നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 5ാം ക്ലാസ്സുകാരനെ വീട്ടിൽ തുണിക്കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ണപ്പുറം പട്ടേക്കുടി ആനക്കുഴി ഭാഗത്ത് താമസിക്കുന്ന തോട്ടത്തിൽ അജിയുടെ മകൻ ദേവാനന്ദാണ് മരിച്ചത്. ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വം അഴിമതിക്കാരുടെ തടവറയിലാണെന്ന് UDF തൊടുപുഴ നിയോജക മണ്ഡല കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. മയക്കുമരുന്ന് വിപത്തിനെതിരെ ഇരകളാകുന്ന സമൂഹം ഐക്യപ്പെട്ട് ശക്തമായി രംഗത്തിറങ്ങണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് എമറിറ്റസ് മാർ ജോർജ് ആലഞ്ചേരി. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി KP സഞ്ജിത് ലാൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച യോഗം KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജോസുകുട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം പേരിൽ വ്യാജപ്പട്ടയം എന്ന പേരുദോഷം മാറിയതിന്റെ ആശ്വാസത്തിലാണ് റിട്ടയർഡ് തഹസിൽദാർ പെരിങ്ങാശ്ശേരി രവീന്ദ്രൻ എന്ന MI രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. 5ാം ക്ലാസ്സുകാരനെ വീട്ടിൽ തുണി കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ണപ്പുറം പട്ടേക്കുടി ആനക്കുഴി ഭാഗത്ത് താമസിക്കുന്ന തോട്ടത്തിൽ അജിയുടെ മകൻ ദേവാനന്ദാണ് മരിച്ചത്. മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം വെൺമണി സെന്റ് ജോർജ് UP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം നടത്തും. 5ാം ക്ലാസ്സുകാരനെ വീട്ടിൽ തുണി കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ണപ്പുറം പട്ടേക്കുടി ആനക്കുഴി ഭാഗത്ത് താമസിക്കുന്ന തോട്ടത്തിൽ അജിയുടെ മകൻ ദേവാനന്ദാണ് മരിച്ചത്. വെൺമണി സെന്റ് ജോർജ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. അച്ഛൻ അജി രാത്രി 8:30 ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴാണ് ദേവാനന്ദനെ കഴുത്തിൽ ബെഡ്ഷീറ്റ് കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു. ദേവാനന്ദന്റെ മാതാവ് സന്ധ്യ ഭർത്താവുമായി അകൽച്ചയിലായിരുന്നതിനാൽ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ദേവാനന്ദ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സമീപത്ത് തന്നെയുള്ള ഇവരുടെ ബന്ധുവീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനായി കുട്ടി ചെന്നിരുന്നു. ഇതിനുശേഷമാണ് കുട്ടി സ്വന്തം വീട്ടിൽ എത്തിയത്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ തുണി കഴുത്തിൽ കുരുങ്ങിയതാകാമെന്നാണ് സൂചന. ഇത് കളിക്കുന്നതിനിടയിൽ കുരുക്ക് വീണതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് എല്ലാവരും. ഇവരുടെ വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ നടക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഇപ്പം വഴക്കായി അമ്മ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വല്യപ്പനും വല്യമ്മയൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ വൈകുന്നേരം ചോറുണ്ണാൻ വേണ്ടി ചെന്നിരുന്നു എന്നാണ് അറിഞ്ഞത്. അവിടെ നിനക്ക് മുട്ട പൊരിച്ച് വെക്കാമെന്ന് പറഞ്ഞു. ആ സമയത്തിന് അവൻ ഇറങ്ങിപ്പോകുന്നതാണ്. പിന്നെ അടുത്ത വീട്ടിലെങ്ങാനും പോയിരുന്ന് TV കാണാമായിരിക്കും എന്നുള്ളൊരു വിചാരത്തിൽ അവരും ഇരുന്നു. കൊച്ചിൻ്റെ അച്ഛൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോൾ 8:30 കഴിഞ്ഞു. 8:30 കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവർ തറവാട്ടിൽ പോയി അമ്മയോട് സംസാരിച്ച് കൊച്ചു താഴ്ത്തു ഇറങ്ങി പോയി എന്ന് പറഞ്ഞു വിട്ടു. പുള്ളിക്കാരൻ വീട്ടിൽ വന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത്. അത് കഴുത്തിൽ തുണി ചുറ്റിയ രീതിയിലായിരുന്നു. അപ്പം തന്നെ അത് റിമൂവ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തു. എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എന്തായാലും വളരെ നിർഭാഗ്യകരമായി പോയി. ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു കടയെന്നാണ്, പൊതുപ്രവർത്തനം കൂടിയാണ്. എന്നെ വിളിച്ചു പറഞ്ഞ് ചെല്ലുമ്പം കുട്ടിയെ ഒരു ബെഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പൾസ് അടിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ചെറുതായിട്ടൊരു പൾസ് അടിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ മരിക്കുകയാണുണ്ടായത്. കാളിയാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇടുക്കിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും വീട്ടിലെത്തി പരിശോധന നടത്തി. മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തൂങ്ങിമരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം വെൺമണി സെന്റ് ജോർജ് UP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വം അഴിമതിക്കാരുടെ തടവറയിലാണെന്ന് UDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൈക്കൂലി കേസിൽ 2ാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീർ ജോർജിനെയും അഴിമതി നടത്തിയ അർബൻ ബാങ്ക് ചെയർമാൻ VV മത്തായിയെയും രാജിയിൽ നിന്നും ഇനിയും സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ളത് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ്. ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടാൽ പാർട്ടിക്കെതിരെ കൂടി അഴിമതി നീളുമെന്നും അവർ പറഞ്ഞു.
ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വം അഴിമതിക്കാരുടെ തടവറയിലാണെന്ന് UDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി. കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെയും അഴിമതി നടത്തിയ അർബൻ ബാങ്ക് ചെയർമാൻ VV മത്തായിയെയും രാജിയിൽ നിന്നും ഇനിയും സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ളത് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ്. ചെയർമാനെ രാജി ആവശ്യപ്പെട്ടാൽ പാർട്ടിക്കെതിരെ കൂടി അഴിമതി നീളുമെന്ന ഭീഷണിയാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ മുനിസിപ്പൽ ചെയർമാൻ ഉയർത്തിയിട്ടുള്ളത്. രാജിക്കാര്യം ചർച്ച ചെയ്യാൻ പോലും നേതൃത്വം തയ്യാറാകാത്തത് ഇതുകൊണ്ടാണ്. മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങിയത് ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. കോഴ നൽകാൻ താൻ നിർദ്ദേശിച്ചതായി ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാജിവെക്കാതെ ചെയർമാനെ സംരക്ഷിക്കാനും അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ നിന്നും അന്വേഷണ മധ്യേ ഒഴിവാക്കാനുമുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നടത്തുന്നത്. നഗരസഭയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഒരു നഗരസഭാ കൗൺസിൽ കൂടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു സംശയം വേണ്ട. അപ്പം ഇതിനകത്ത് രക്ഷപ്പെടാനെങ്കിൽ ഇപ്പൊ തൽക്കാലം രാജിവെക്കട്ടെ, അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമുക്തനാകട്ടെ. എല്ലാവരും എങ്ങനെയല്ലേ ചെയ്യുന്നത്? കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാജിവെക്കും. രാജിവെച്ചിട്ട് കുറ്റമുക്തനാവുമ്പോൾ വീണ്ടും പണി കയറാം, സമയമുണ്ടെങ്കിൽ കയറിക്കോട്ടെ, അങ്ങനെ കയറട്ടെ, അഗ്നിശുദ്ധി വരുത്തി ചേർത്തെ. അല്ലാതെ ഇങ്ങനെ നിഷേധാത്മകമായ നിലപാടുമായി ഒരു ചെയർമാന് തൊഴിൽ മുനിസിപ്പാലിറ്റി ഭരണം നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ അക്രമവും അഴിമതിയും ഈ കൊടർതായ്മയും ഇത് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ കൂടിയല്ല, ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയാം. ഒരു സ്ഥലത്ത് ഇന്ന് ഇവിടെ ആണെങ്കിൽ അടുത്ത സ്ഥലത്താണ്. ഇങ്ങനെ ഒരാളെ മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ തൊടുപുഴയുടെ അത് അന്തസ്സിനും അഭിമാനത്തിനും ഈ തൊടുപുഴയിലെ ജനങ്ങളുടെ സംസ്കാരത്തിനും ഒട്ടും യോജിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് രാജിവെക്കണം, അറസ്റ്റ് ചെയ്യണം, നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയും അദ്ദേഹത്തെ അവരെ പിന്തുണയ്ക്കുന്ന രണ്ട് ഘടകകക്ഷികളും കൂടെ ഉണ്ട്. CPIയുടെ രണ്ട് കൗൺസിലർമാരുണ്ട്, കേരള കോൺഗ്രസ് എമ്മിന്റെ കൗൺസിലറുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇതിനകത്ത് ഇവരൊന്നും നിലപാട് പരസ്യമായി പറയുന്നില്ലെങ്കിൽ അവരും ഈ ഒത്തുകളിക്കും, ഈ അഴിമതിക്കും, ഈ അടിമത്തത്തിനും ഉടമയായിട്ടുള്ളവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഇവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് ഈ തൊടുപുഴയിലെ ജനങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് മത്തായിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ ബാങ്ക് തകർച്ചയിലേക്ക് പോവാണ്. ആ ബാങ്ക് റിസർവ് ബാങ്കിന്റെ രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. ഒന്ന്, 8 ലക്ഷം രൂപ അനധികൃതമായി സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അഴിമതി പണമാണ്. ആ അഴിമതി അത് അന്വേഷിക്കണം, അതിന് മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കാൻ VV മത്തായി തയ്യാറല്ല. ചെയർമാനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നഗരസഭയിൽ ചെയർമാൻ വ്യാപക അഴിമതി നടത്തിയിട്ടുണ്ട്. നേരിട്ട് പണം വാങ്ങിയ കേസുകളും ഉയർന്നു വന്നിട്ടുണ്ട്. VV മത്തായിയുടെയും ചെയർമാന്റെയും അഴിമതിയിൽ LDFിലെ ഘടകകക്ഷികളും തുല്യ ഉത്തരവാദികളാണെന്നും അവർ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, NI ബെന്നി, PK നവാസ്, K ദീപക്, സനു കൃഷ്ണൻ, MA കരീം, KG സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടന്നു. മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ഡോക്ടർ സതീഷ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. മാനേജർ ഫാദർ സ്റ്റാൻലി കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ഡോക്ടർ സതീഷ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലത്തെ ചില ലോക്കൽ ചാനലുകൾ ഞങ്ങളുടെ വീഡിയോ പതുക്കെ അവരുടെ ചാനലിൽ ഇടുകയും ആദ്യമൊക്കെ വരുന്ന കമൻറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സ് മുരടിച്ചു പോകുമായിരുന്നു. കാരണം ഇയാൾ എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത്, ഇയാൾക്ക് വേറെ പണിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കുറേ കമൻറ്റുകൾ വന്നിരുന്നു. പക്ഷേ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മളതിലൊന്നും തളരാതെ നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആരും സംസാരിക്കാത്ത പല മേഖലകളിൽ നമ്മൾ നർമ്മമുണ്ടാക്കാനായിട്ടും ശ്രമിക്കുകയും ഇന്ന് ഏകദേശം ഒരു 1.5 ലക്ഷം ഫോളോവേഴ്സും അതോടൊപ്പം തന്നെ ഒരു 50,000 ലൈക്കും ഒക്കെ ആയിട്ട് എൻ്റെ പേജ് ഇങ്ങനെ വെന്നിക്കൊടി പാറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം കൊണ്ട് പറയല്ല, എന്നാലും നമ്മളുടെ ശ്രമം, അച്ഛൻ പറഞ്ഞൊരു കാര്യം അതാണ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ വീഴും, നമുക്ക് തെറ്റുപറ്റും, നമ്മളെ കളിയാക്കും, നമ്മളെ കൂവും, നമ്മളെ ഉപദ്രവിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോകൾ കൊണ്ട് സമൂഹത്തിന് ഒരു തിന്മയും ചെയ്തിട്ടില്ല. നന്മ മാത്രമാണ് അതിൽ കൂടെ പറയാറുള്ളത്. ഹാസ്യത്തിൽ കൂടെ നന്മ മാത്രം പറയുന്ന ഒരു ചാനലായിട്ട് അതിപ്പോഴും കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ശൂന്യത, എൻ്റെ
അച്ഛൻ 2-3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ശൂന്യത അത് നികത്താനും ഒരു മകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എൻ്റെ അമ്മയെ എപ്പോഴും ചിരിപ്പിച്ച് നിർത്തുക, എപ്പോഴും സന്തോഷവതിയായിട്ട് നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു. മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത്, ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, PTA പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റിൻ, MBTA പ്രസിഡന്റ് ഡെൽസി, വിദ്യാരംഭം കൺവീനർ ബേബി ജോൺ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ സമ്മേളനത്തെ വർണ്ണാഭമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മയക്കുമരുന്ന് വിപത്തിനെതിരെ ഇരകളാകുന്ന സമൂഹം ഐക്യപ്പെട്ട് ശക്തമായി രംഗത്തിറങ്ങണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ആലഞ്ചേരി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ HRDS ഇന്ത്യയും ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ്സ് ഇൻ നേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. HRDS ഇന്ത്യ പ്രസിഡന്റ് ശ്രീമദ് ആത്മനമ്പി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ KK റെജി അധ്യക്ഷത വഹിച്ചു. മയക്കുമരുന്ന് വിപത്തിനെതിരെ ഇരകളാകുന്ന സമൂഹം ഐക്യപ്പെട്ട് ശക്തമായി രംഗത്തിറങ്ങണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ആലഞ്ചേരി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ HRDS ഇന്ത്യയും ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളുടെ പരിസരങ്ങളിൽ, കലാലയങ്ങളുടെ പരിസരങ്ങളിൽ എല്ലാം ഇന്ന് ഇതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും യുവജനങ്ങളുമൊക്കെ അവരറിയാതെ തന്നെ ഈ നന്മകളായിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ അവരുടെ ഭരണ പ്രസ്ഥാനങ്ങൾ പോലും ഈ ലഹരി മാഫിയകളുടെ ഭീഷണികൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ ഇത് തങ്ങളുടെ സമ്പത്തിന്റെ വർധനവിന് വേണ്ടി വിനിയോഗിക്കുന്നവരുടെ കൂട്ടങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അസുഖം മുന്നേറി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുരവസ്ഥയിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടത്, നമ്മുടെ യുവതലമുറയെ രക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവിക്കും നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പുരോഗതിക്കും ഇതൊരു അവശ്യ സേവനമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ. അനേകരെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവരുടെ പരിശ്രമത്തോട് ഞാനും ശ്രദ്ധിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. HRDS ഇന്ത്യ പ്രസിഡന്റ് ശ്രീമദ് ആത്മനമ്പി അനുഗ്രഹ പ്രഭാഷണം നടത്തി. How badly the drugs, when they are consumed, complicating our physical body, not only physical body, also the mental body, also the emotional body. Most importantly, it's affecting the intellect body, the brain, the nervous system. One side, India is marching towards powerful India with a powerful brain, with a powerful mind. On the other hand, the entrance of drugs and penetration of drugs, almost every nook and corner. Only the drug names are different. That's all. ഡോക്ടർ KK റെജി അധ്യക്ഷനായി. KG വേണുഗോപാൽ, അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട്, ബിജു കൃഷ്ണൻ, അബ്ദുൾ ബാസിദ്, ഡോക്ടർ റിങ്കു തെരേസ ജോസ്, രംഗദാസ പ്രഭു, ഡോക്ടർ ഗീത ജേക്കബ്, ഡോക്ടർ അനിൽ മാത്യു, സുബിൻ ഭാസ്കർ, S അനുപല്ലവി, അക്ഷയ V കുമാർ എന്നിവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ ഇവിടെ വലിയ തോതിൽ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇത് ഒരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള ആളുകളെ കാരിയേഴ്സായിട്ട് നിയോഗിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയ നമ്മുടെ വിദ്യാലയങ്ങളിലേക്കും കാമ്പസുകളിലേക്കും പടർന്നു വന്നിരിക്കുകയാണ്.
ഇതിൻ്റെതായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഭൗതികതകൾ ആയിരക്കണക്കിനായിട്ടുള്ള കുടുംബങ്ങളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടം ഈ സംസ്ഥാന ഗവൺമെന്റ് നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയകരമായ സാഹചര്യം കൂടി നിലകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവും വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും സംയുക്തമായി ആഘോഷിച്ചു. രാജ്യത്തിനായി ഓഷ്യൻമാൻ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ അന്താരാഷ്ട്ര നീന്തൽ താരം ബേബി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ദിനത്തിന്റെ സന്ദേശവും നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചെറുവള്ളിൽ അധ്യക്ഷത വഹിച്ചു. മ്യൂസിക് അധ്യാപിക രേണുക രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും സംയുക്തമായി ആഘോഷിച്ചു. സ്കൂളിലെ 800ഓളം കുട്ടികൾ റാലിയായിട്ട് കാളിയാർ സെന്റ് റീത്താസ് പാരിഷ് ഹാളിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ലഹരിക്കെതിരെ എല്ലാ കുട്ടികളും ചേർന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ലക്ഷ്മി ഷാജി കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും പാരിഷ് ഹാളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടന്നു. രാജ്യത്തിനായി ഓഷ്യൻമാൻ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ അന്താരാഷ്ട്ര നീന്തൽ താരം ബേബി വർഗീസാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. സ്കൂളിലുള്ള സെന്റ് മേരീസ് ഹൈസ്കൂളുമായിട്ട് എനിക്ക് വളരെ നല്ലൊരു ബന്ധമാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, ധാരാളം കുട്ടികൾ എന്റെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് നീന്തൽ പരിശീലിക്കുന്നു. അതുപോലെ കർണാടകം അതുപോലെ പല ടീച്ചേഴ്സും അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ 2006 മുതൽ 6 ഞാൻ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ദിനത്തിന്റെ സന്ദേശവും അദ്ദേഹം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചെറുവള്ളിൽ പ്രോഗ്രാമിന് അധ്യക്ഷനായി. സംഗീത അധ്യാപിക രേണുക രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ ബേബി വർഗീസിന് അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചെറുവള്ളിൽ സ്കൂളിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോ മാത്യു സ്വാഗതം ആശംസിച്ചു. വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ രാജേഷ് കുമാർ നന്ദി പറഞ്ഞു. സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കരാട്ടെ അഭ്യാസവും നടന്നു. Finger leg. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി KP സഞ്ജിത് ലാൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജോസുകുട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KSU മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി KP സഞ്ജിത് ലാൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസുകുട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സഞ്ജിത് ലാലിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇന്നും KSU പ്രവർത്തകർക്ക് ആവേശവും കരുത്തും പകരുന്നുവെന്ന് ജോസുകുട്ടി പറഞ്ഞു. മിടുക്കനായ ഒരു പോരാളിയായിരുന്നു KP സഞ്ജിത് ലാൽ. കണ്ണൂരിലും കാസർഗോഡിലും പാർട്ടി കോട്ടകളിൽ പോലും ഏകപക്ഷീയമായ ഒരു സംഘടനാ പ്രവർത്തനം ഒരു സംഘടനയ്ക്കും അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി പാർട്ടി കോട്ടകളിലെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ദ്രനീല പൊൻപതാക പാറിപ്പറത്തുവാനായി മെനക്കെട്ടിറങ്ങിയ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകനെ CPM-ൻ്റെ കാപാലികർ ബോംബെറിഞ്ഞ് വീഴ്ത്തി
കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. ഓരോ വ്യക്തികളെയും സംഘടനാ പ്രവർത്തനത്തിനും ശരിയുടെ പക്ഷത്തേക്ക്, വിദ്യാർത്ഥി പക്ഷത്തെ കൂടുതൽ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഓരോ ആളുകളെയും ഇല്ലാതാക്കുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ആളുകളെ ഇല്ലാതാക്കിയാലും ആ രാഷ്ട്രീയം മറ്റൊരിടത്ത് അന്നേരം മുള പൊട്ടുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും സജിത് ലാലിൻ്റെ ജീവിതം മാർഗമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. KSU മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി. KSU ജില്ലാ ഭാരവാഹികളായ അൽഫോൻസ് വാളിപ്ലാക്കൽ, ജെയിംസ് പോൾ, ഗൗതം റെജി, ആര്യലക്ഷ്മി, ജേസൺ തോമസ്, ബ്ലസൻ ബേബി, ആൻഡോ ഷർജിൻ, അഷ്കർ ഷമീർ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ റഹ്മാൻ ഷാജി, ജോസിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വായനാ വാരാഘോഷ സമാപനവും മടക്കത്താനം സെന്റ് പോൾസ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പോത്തനാമുഴി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി DCL വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വായനാ വാരാഘോഷ സമാപനവും മടക്കത്താനം സെന്റ് പോൾസ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പോത്തനാമുഴി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിബിറ്റ് ലൂക്കാച്ചൻ, മജീഷ്യൻ ജോയ്സ് മുക്കുടം, പൂർവ്വ വിദ്യാർത്ഥി NJ ജോർജ്, PTA പ്രസിഡന്റ് രതീഷ് മോഹനൻ, MBTA പ്രസിഡന്റ് സുറുമി KJ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സ്കൂൾ മാനേജർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സീനിയർ അധ്യാപിക ഷൈനി T. ജോസഫ് നന്ദി പറഞ്ഞു. പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മുക്കുടം ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന മാജിക് ഷോ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. ഒന്ന് മാതാവിൻ്റെ അനുഗ്രഹം വേണം. പിടിച്ചോ, കച്ചി പിടിച്ചോ, കൈയടിച്ച്. ഒന്ന് ആരുടെ അനുഗ്രഹം വേണം? പറ, ഒന്ന് പറ. മാതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് അമ്മയെ ദുഃഖിപ്പിക്കരുത്, കരയിപ്പിക്കരുത്, കണ്ണീർ വാർക്കരുത്. അവർ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം, അതുപോലെ പ്രവർത്തിക്കണം. ഓരോ അമ്മമാർ ഓരോ കാര്യം പറയുമ്പോൾ അതിൻ്റെ അരികിലൊരു അനുഗ്രഹം മറഞ്ഞിരിപ്പുണ്ട്. ഈ കൊട നിങ്ങൾ ആദ്യം കണ്ടായിരുന്നോ? ഇല്ല, അതൊരു അനുഗ്രഹം മറഞ്ഞിരിക്കുക, കാണാൻ പറ്റില്ല. അത് പ്രവൃത്തിയിലേക്ക് ഇത് കണ്ട മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം കണ്ടപ്പോഴേ മനസ്സിലാവും. നോക്ക്, രണ്ടാമത്തെ കർശീഫ് കണ്ടോ? ഈ രണ്ടാമത്തെ കർശീഫ് ഞാൻ പറഞ്ഞത് എന്ത് മറിഞ്ഞിരിപ്പുണ്ട്? ഒരു അനുഗ്രഹം മറിഞ്ഞിരിപ്പുണ്ട്. മാതാ പിത, പിടിച്ചോളൂ. മാതാ പിത, പിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടോ? അതുകൊണ്ട് നോക്കിയേ, പപ്പ മമ്മി ഉണ്ടോ പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. കൊച്ചു പിള്ളേരൊക്കെ ഇല്ലേ മടി കാണിക്കും. അപ്പം മാതാ പിത. അടുത്ത അനുഗ്രഹം ആരുടെ ആയിരിക്കും? പറ. മാതാ പിത, പറയൂ. ഗുരു. ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പലതും പഠിപ്പിക്കുന്ന നോക്കിയേ ഗുരുക്കന്മാര്. ഈ കുട ആദ്യം കണ്ടായിരുന്നോ? ഇല്ല, നിങ്ങൾ കണ്ടില്ല. കണ്ടോ? അതാ പറഞ്ഞത്. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, അത് മറിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. സ്വന്തം പേരിൽ വ്യാജപട്ടയം എന്ന പേരുദോഷം മാറിയതിന്റെ ആശ്വാസത്തിലാണ് റിട്ടയർഡ് തഹസിൽദാർ പെരിങ്ങാശ്ശേരി രവീന്ദ്രൻ എന്ന MI രവീന്ദ്രൻ. ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന രവീന്ദ്രന്റെ പേരുകൂടി ചേർത്ത് രവീന്ദ്രൻ പട്ടയം എന്ന പേരിലാണ് അന്വേഷണവും തുടങ്ങിയത്. പൊതുസമൂഹത്തിൽ കോടികൾ നേടിയ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ചിന്തയും ഉടലെടുത്തു. 1/4 നൂറ്റാണ്ടായി നേരിട്ട പേരുദോഷം മാറിയ സന്തോഷത്തിലുള്ള പെരിങ്ങാശ്ശേരി രവീന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് BBC പ്രതിനിധി PSK പ്രവീൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ മേഖലയിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയ ഒരു കൂട്ടം പട്ടയങ്ങളെ വിളിക്കുന്ന പേരാണ് രവീന്ദ്രൻ പട്ടയം. ദേവികുളം താലൂക്കിൽ അഡീഷണൽ തഹസിൽദാർ ആയിരുന്ന MA രവീന്ദ്രൻ ഒപ്പിട്ട് നൽകിയ പട്ടയങ്ങളെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇവ മുഴുവൻ വ്യാജപട്ടയങ്ങളാണെന്നും അല്ലെന്നും ഭാഗികമായി വ്യാജപട്ടയങ്ങളാണെന്നും ഒക്കെ പറയപ്പെടാറുണ്ട്. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ദൗത്യസംഘത്തിന് ഈ പട്ടയങ്ങളിൽ ഒന്നുപോലും അസാധുവാക്കുവാനായില്ല. ഇനി തുടരന്വേഷണം CBI ഏറ്റെടുത്ത് ഈ കേസ് അന്വേഷിക്കണമെന്നും രവീന്ദ്രൻ BBC ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്റെ ചുമതലയിൽ നൽകിയ പട്ടയങ്ങൾക്കൊന്നും വ്യാജനല്ല എന്ന് കണ്ടുപിടിച്ചു.
ഞാൻ കൊടുത്ത അധികാരമില്ലായ്മ എന്താണെന്നുള്ളത് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നില്ല. 2, ഞാൻ ചുമതല വഹിച്ചിരുന്ന കാലത്ത് വിജിലൻസ് അന്വേഷിച്ചു, അതിൽ വ്യാജപ്പെട്ടയുള്ളതായിട്ട് കണ്ടിട്ടില്ല. 3, പോലീസുകാരുടെ ലാബറട്ടറിയിൽ പരിശോധിച്ചു, എൻ്റെ ഒപ്പ് കള്ള ഒപ്പല്ല, വ്യാജനല്ല എന്ന് മനസ്സിലായി. പിന്നെ അക്കൗണ്ടന്റ് ജനറൽ വർഷം തോറും എല്ലാ സർക്കാർ ഓഫീസും പരിശോധിക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ വന്ന് പരിശോധിക്കും. അതിൽ വ്യാജന് ഈ വിഷയത്തെപ്പറ്റി ഒരക്ഷരം പോലും അക്കൗണ്ടന്റ് ജനറൽ പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് എന്നെ രവീന്ദ്രൻ പട്ടയെന്നും പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മൂന്നാറിലെ കേസുകളെല്ലാം അന്വേഷിക്കുന്നതിനും കോടതിയിൽ ചൊവ്വാഴ്ച തോറും ഡിവിഷൻ ബെഞ്ചിൻ്റെ സിറ്റിംഗ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, രവീന്ദ്രൻ പട്ടയം വ്യാജനല്ല, അർഹതയുള്ളവർക്കാണ് പട്ടയം കൊടുത്തിരിക്കുന്നത് എന്ന് സർക്കാർ പറയുമ്പോൾ അത് ശരിയായിരിക്കാം. സർക്കാരിന് ഇപ്പോഴാണ് ആ ബുദ്ധി തോന്നിയത്. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ CBI അന്വേഷണം തന്നെ മൂന്നാറിൽ നടത്തണം. എന്നാലേ ഞാൻ കുറ്റവിമുക്തനാകുള്ളൂ. ഇത് നാട്ടുകാരും ജനങ്ങളും എല്ലാം രവീന്ദ്രൻ പട്ടയം വ്യാജനാണെന്ന് പറയുകയാണ്. ഈ മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറ്റം വളരെയധികം ഉണ്ട്. മൂന്നാറിൽ രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് വ്യാജനല്ല എങ്കിൽ തന്നെ നിരവധി രവീന്ദ്രൻ പട്ടയം മൂന്നാറിലുണ്ട്. ഇതെല്ലാം അന്വേഷിക്കണം. അത് സംസ്ഥാന ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ നടക്കില്ല. കാരണം രാഷ്ട്രീയ സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് പിന്നാലെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ശരിയായ രീതിയിൽ, സത്യമായ രീതിയിൽ ഗവൺമെൻറ്റിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് CBI തന്നെ ഈ പട്ടയ വിഷയങ്ങളെ, മൂന്നാറിലെ പട്ടയ വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് സർക്കാർ ഭൂമി കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണത്തെ. കേരളത്തിലെ സർക്കാരുകൾ പട്ടയ വിതരണം പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണ യുദ്ധമാക്കാറുണ്ട്. മൂന്നാർ മേഖലയിൽ ഭൂമി കയ്യേറ്റം വ്യാപകമാണെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് 2007 മെയ് മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനായി നിയോഗിച്ചു. K. സുരേഷ് കുമാർ IAS, ഋഷിരാജ് സിംഗ് IPS, രാജു നാരായണസ്വാമി IAS എന്നിവരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സുരേഷ് കുമാറാണ് രവീന്ദ്രന് പട്ടയം നൽകാൻ അധികാരമില്ലെന്നും അദ്ദേഹം നൽകിയ പട്ടയങ്ങൾ വ്യാജമെന്ന ഗണത്തിൽപ്പെടുത്തണമെന്നും വാദിച്ചത്. എന്നാൽ അക്കാലത്തെ ഭരണമുന്നണിയായ LDFിലെ പ്രധാന കക്ഷികളുടേതുൾപ്പെടെയുള്ളവരുടെ ഓഫീസുകളടക്കമുള്ളവ സ്ഥലങ്ങളുടെ പട്ടയങ്ങൾ രവീന്ദ്രൻ ഒപ്പിട്ടതായതിനാൽ അവയ്ക്ക് ഭാഗികമായി സാധൂകരണം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. VS അച്യുതാനന്ദൻ രവീന്ദ്രൻ നൽകിയ പട്ടയങ്ങൾ ഭാഗികമായി അകൃത്രിമമാണെന്ന് അവകാശപ്പെട്ടതും എതിർപ്പിന് കാരണമായിരുന്നു. ഇത് കോടതിയുടെ വരെ പ്രതികൂല പരാമർശത്തിന് വഴിതെളിക്കുകയും ചെയ്തു. 530 പട്ടയങ്ങളാണ് താൻ നൽകിയതെന്നും ഇവയെല്ലാം നിയമാനുസരണമാണ് കൊടുത്തതെന്നും രവീന്ദ്രൻ വിശദീകരിച്ചു. 4251 ഹെക്ടർ ഭൂമിയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെട്ടത്. ദേവികുളം താലൂക്കിൽ KDH വില്ലേജിൽ 127 പട്ടയങ്ങളാണ് MA രവീന്ദ്രൻ ഒപ്പിട്ട് നൽകിയത്. തനിക്ക് പട്ടയം നൽകാൻ അന്നത്തെ കളക്ടറാണ് അധികാരം നൽകിയതെന്ന് രവീന്ദ്രൻ പറഞ്ഞു. രവീന്ദ്രൻ 530 പട്ടയങ്ങളാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ആയിരക്കണക്കിന് പട്ടയങ്ങൾ രവീന്ദ്രന്റെ കള്ളയൊപ്പിട്ട് ദേവികുളം താലൂക്കിൽ വിതരണം ചെയ്തിരുന്നതായി വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു. 2003 ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ച പട്ടയം രവീന്ദ്രൻ പിന്നീട് 2013 BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാവുകയും ഇടുക്കിയിൽ BJP നടത്തുന്ന പട്ടയ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. തന്റെ തന്നെ സ്വന്തം സ്ഥലത്തിന് പട്ടയം ലഭിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. 2007 വിവാദമുണ്ടായ അവസരത്തിൽ താൻ നൽകിയ പട്ടയങ്ങളെല്ലാം നിയമാനുസൃതമാണെന്നായിരുന്നു എന്ന് രവീന്ദ്രൻ വാദിച്ചു. ഒന്നുകിൽ എല്ലാ പട്ടയവും റദ്ദാക്കുകയും തന്നെ ജയിലിലടയ്ക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ പട്ടയത്തിന്റെ സാധുത പരസ്യമായി വെളിപ്പെടുത്തണമെന്ന് രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിസ്ഥാന സൗകര്യക്കുറവുകൾ മൂലവും ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവന അഭാവവും മൂലം തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ആതുര സേവനങ്ങൾക്ക് തിരിച്ചടിയാവുന്ന വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഉടനീളം ആരംഭിച്ച സഹകരണ ആശുപത്രി ശാഖകളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ജില്ലയിലെ CHCകളെ അവഗണിക്കുന്ന സമീപനമെന്നും നേതാക്കൾ ആരോപിച്ചു.
അടിസ്ഥാന സൗകര്യക്കുറവുകൾ മൂലവും ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവന അഭാവവും മൂലം തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ആതുരസേവനങ്ങൾക്ക് തിരിച്ചടിയാവുന്ന വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഹെൽത്ത് സെന്ററായി തോട്ടം മേഖലയിലെ നിർധന രോഗികൾക്ക് മികച്ച ആതുര സേവനങ്ങൾ നൽകി വന്നിരുന്ന ആശുപത്രി സാമൂഹിക ആരോഗ്യ കേന്ദ്ര പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടെയാണ് ആശുപത്രിയുടെ സേവന ലഭ്യതകൾ കുറഞ്ഞത്. CHSCയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തതാണ് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളെ വലയ്ക്കുന്നത്. ഒരു CHSCയിൽ 7 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നിരിക്കെ വണ്ടിപ്പെരിയാർ CHSCയിൽ നിലവിൽ 2 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭിച്ചു വരുന്നത്. നിരന്തര പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ രാത്രികാല സേവനത്തിനായി ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഡോക്ടറുടെ രാത്രികാല സേവനം ലഭ്യമല്ല താനും. പ്രാഥമിക ചികിത്സ ലഭ്യമില്ലാത്തത് മൂലം 2 കൊലപാതക കേസുകളിൽ 2 പേരാണ് മരണപ്പെട്ടത്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വണ്ടിപ്പെരിയാർ CHSCയിൽ ആവശ്യമായ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക, ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പയനാടത്ത് അധ്യക്ഷനായിരുന്ന ഏകദിന ഉപവാസ സമരത്തിന് INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറീഖ് തോമസ് ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. അത്രയധികം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു സംവിധാനമായിട്ട് ഈ സർക്കാർ ആശുപത്രി മാറിയിരിക്കുന്നു. നമുക്കറിയാം 7 ഡോക്ടർമാരുടെ പോസ്റ്റാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത്. 7 ഡോക്ടർമാർ ജോലി ചെയ്യേണ്ട ഏതാണ്ട് ആയിരക്കണക്കിന് രോഗികൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, പൊതുജനങ്ങൾ, തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, തൊഴിലാളികളൊക്കെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ 7 ഡോക്ടർമാർ തികച്ച് ജോലി ചെയ്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് വസ്തുത. വർഷങ്ങളായിട്ട് ഡോക്ടർമാരുടെ ഒഴിവ് ഇവിടെ നികത്തപ്പെടാതെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ ആകെ 3 ഡോക്ടർമാരാണ് ഉള്ളത്. 2 പേര് സർക്കാർ നിയമിച്ചത്, ഒരു ഡോക്ടർ ഇവിടെ റിട്ടയർഡായിട്ട് അദ്ദേഹത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് താൽക്കാലിക അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനമാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഇവിടെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ഡോക്ടറെ, ഇവിടെ സർക്കാർ ഡോക്ടറെ സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ അവസ്ഥ. സുഹൃത്തുക്കളെ, 7 ഡോക്ടർമാർ ആവശ്യമുള്ളിടത്ത് വേറെ 3 ഡോക്ടർമാർ മാത്രം ജോലി ചെയ്യുമ്പോൾ അതിലൊരാളെ മാറ്റാൻ ആണ് സർക്കാർ തയ്യാറാകുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർമാരുടെ വലിയ ഒരു കുറവ് അത് പരിഹരിക്കുന്നതിന്, പരിഹാരമുണ്ടാക്കുന്നതിനും പകരം ഇവിടെ ഉള്ള ഡോക്ടറെയും കൂടെ സ്ഥലം മാറ്റി ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജൻ, KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ, INTUC ജില്ലാ സെക്രട്ടറി VG ദിലീപ്, കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട്, TM ഉമ്മർ, DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ ശാരി ബിനിശങ്കർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് തുടങ്ങിയവർ ഏകദിന ഉപവാസ സമരത്തിൽ പ്രസംഗിച്ചു. വൈകിട്ട് 4:30 അവസാനിച്ച ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപനം INTUC ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ്, SA ജയൻ, പഞ്ച നാഗരാജ്, വനിതാ മുരുകൻ, K മാരിയപ്പൻ, T ഷക്കീല, മുനിയലക്ഷ്മി, ഗീത ചെല്ലതുരൈ, സുധാറാണി, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ എന്നിവരാണ് ഏകദിന ഉപവാസ സമരം അനുഷ്ഠിച്ചത്. നേതാക്കൾ വണ്ടിപ്പെരിയാർ CHSC മെഡിക്കൽ ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനം നടന്നില്ല എങ്കിൽ 1-ാം തീയതി മുതൽ ആശുപത്രിക്ക് മുൻപിൽ റിലേ സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഡോക്ടർമാരെ നിയമിച്ചിട്ടായെങ്കിൽ ഈ വരുന്ന 1-ാം തീയതി മുതൽ അനിശ്ചിതകാല റിലേ ഉപവാസ സത്യാഗ്രഹം ഈ ആശുപത്രിയോടും 2 മണ്ഡലങ്ങളുടെ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതാണ്. 1-ാം തീയതി
യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾക്കും 2-ാം തീയതി മലയാള കോൺഗ്രസിന്റെ സമരങ്ങൾക്കും 3-ാം തീയതി INTC മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിൽ സമരങ്ങളും തുടർന്ന് 4-ാം തീയതി തുടർന്ന എല്ലാ സമരങ്ങളും അതാണ് വാർഡ് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് വണ്ടൂർ ഗവൺമെന്റ് ആവശ്യത്തിന് മതിയായി ഡോക്ടർമാരെ നിയമിക്കുന്നതുവരെ വണ്ടൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോയാൽ നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ആഗ്രഹിക്കുന്നു. തുടർന്ന് സമരാർത്ഥികൾക്ക് നാരങ്ങാനീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വസ്ത്രവ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുറം നാട്ടുകാരെ ഉപയോഗപ്പെടുത്തി കുത്തക മുതലാളിമാരുടെ ടെക്സ്റ്റൈൽസ് വ്യാപാര മേഖലയിലേക്കുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും KTGA ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വസ്ത്രവ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുറം നാട്ടുകാരെ ഉപയോഗപ്പെടുത്തി കുത്തക മുതലാളിമാരുടെ ടെക്സ്റ്റൈൽ വ്യാപാര മേഖലയിലേക്കുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും KTGA ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം വിതരണത്തിന്റെ പേരിൽ വൻ ക്രമക്കേടുകളാണ് നടക്കുന്നത്. ഇത്തരത്തിൽ തുണിത്തരങ്ങൾ വിൽക്കുന്നതിലൂടെ സർക്കാരിന് നികുതി വരുമാനം ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ഉപജീവനത്തിനായി വഴിയോരത്ത് ചെറിയ തോതിൽ കച്ചവടം നടത്തുന്ന തദ്ദേശീയരെ തങ്ങൾ എതിർക്കുന്നില്ല. ഇത് കുത്തകകൾക്കെല്ലാം അവർക്കൊരു ഈ 12 ആയാലും 24 ആയാലും കുഴപ്പമില്ല. കുത്തകകൾക്ക് നമ്മൾ സാധാരണ ഒരു ടൗണിൽ 8-10 കടയും 25 കടയും കട്ടപ്പനയൊക്കെയാണെങ്കിൽ 75 കടയുണ്ട് തുണി വ്യാപാരം ചെയ്യുന്നവർ. ഇവരെ സംബന്ധിച്ചോളം ഈ 5-12 ആകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ വലിയ ബിസിനസ്സുകാർക്ക് നികുതി എത്രയായാലും കുഴപ്പമില്ല. അവരെ സംബന്ധിച്ചോളം ചെറിയ കടക്കാരെ ഇല്ലാതാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, മാഫിയ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവരെല്ലാം അതിനെ നിയന്ത്രിക്കുന്നത് വലിയ മാഫിയകളാണ്. നമ്മൾ കട്ടപ്പന മേഖലയിൽ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു 100 ഫുട്പാത്ത് വ്യാപാരികളുണ്ട്. പക്ഷെ അവന്റെ ഓണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാളായിരിക്കും. അത് ഈ പത്രക്കാർക്കും വിവിധ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതറിയാം, അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ ജീവിക്കാൻ മാർഗമില്ലാത്ത ഫുട്പാത്ത് വന്നാൽ ഞങ്ങള് അതിനകത്ത് ഒന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഈ റീ ഉപയോഗം എന്ന് പറഞ്ഞാൽ വീടുകളിൽ കയറിയെടുക്കുന്ന തുണികൾ റീവാഷ് ചെയ്തുകൊണ്ട് അത് ഫുട്പാത്തിൽ കൊണ്ടുവന്ന് ഒരു ജീൻസ് 100 രൂപ 150 രൂപയ്ക്ക് വിൽക്കുന്നു. ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയുന്നില്ല ഇത് റീവാഷ് ആണ് വരുന്നത്. വസ്ത്രവ്യാപാര മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് സുമൻ എസ്, ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ, ട്രഷറർ അനസ് P. അസീസ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൈങ്കുളം സെന്റ് റീത്തസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം ജിനീഷ് ലാൽ രാജ് നിർവഹിച്ചു. മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രസംഗിച്ചു. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം ജിനീഷ് ലാൽ രാജ് നിർവഹിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ കുട്ടികളെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് മൊമന്റോ നൽകി ആദരിച്ചു. മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജി, പൈങ്കുളം സെന്റ് തോമസ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റെജിൻസ്, PTA പ്രസിഡന്റ് നിസാർ CP, മുൻ ഹെഡ്മിസ്ട്രസ് ജെസി ജോസഫ്, MBTA പ്രസിഡന്റ് ജെസി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമൂഹിക ശാസ്ത്രത്തിൽ, സോഷ്യൽ സയൻസിൽ പഠിക്കും, ചരിത്രത്തിൽ പഠിക്കും. അരുവിപ്പുറം പ്രതിഷ്ഠ 1787, അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ നാരായണഗുരു 4 പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് കേട്ടിട്ടുണ്ടോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. ജാതിഭേദം ഇല്ലാതെ, ജാതി വ്യത്യാസം ഇല്ലാതെ, മതവ്യത്യാസമില്ലാതെ, മതഭേദം ഏതുമില്ലാതെ സർവരും, എല്ലാവരും എങ്ങനെയാണ്? സോദരത്വേന, സാഹോദര്യത്തോടുകൂടി, ബ്രദർഹുഡ് എന്നാണ് കേട്ടോ, സിസ്റ്റർഹുഡ്, സാഹോദര്യത്തോടുകൂടി സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഏത് ലൈബ്രറിയിലും ഏത് പള്ളിക്കൂടത്തിലും നമുക്ക് എഴുതി വയ്ക്കാവുന്ന ഒരു 4 വരിയാണ്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്.
ഹെഡ്മാസ്റ്റർ സോണി മാത്യു സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ജോമി ജോർജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. കടന്നലിന്റെ കടിയേറ്റ എസ്റ്റേറ്റ് തൊഴിലാളിക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ MMJ പ്ലാന്റേഷൻ അയ്യപ്പൻ കോവിൽ ഡിവിഷൻ തൊഴിലാളിയായ വസന്തയെയാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. വണ്ടിപ്പെരിയാർ MMJ പ്ലാന്റേഷൻ അയ്യപ്പൻകോവിൽ ഡിവിഷൻ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് തൊഴിലാളിയായ വസന്തയ്ക്ക് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. 10ഓളം കടന്നലുകളാണ് ചെവിക്കും തലയിലുമായി വസന്തയെ കടിച്ചത്. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട വസന്ത മറ്റു തൊഴിലാളികളെ അറിയിക്കുകയും അവരും അവിടെ നിന്ന് ഓടി മാറുകയും ചെയ്തു. പിന്നീട് തലകറക്കമുണ്ടായതിനെ തുടർന്ന് തൊഴിലാളികൾ തന്നെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വസന്തയെ എത്തിക്കുകയായിരുന്നു. തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വിവിധ പ്രദേശത്തു നിന്നും കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സ തേടാറുണ്ട്. കടന്നലിന്റെ ആക്രമണത്തിൽ തൊഴിലാളി മരിച്ച സംഭവം വരെ വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിട്ടുണ്ട്. അടിയന്തര മുൻകരുതലുകൾ എസ്റ്റേറ്റ് അധികൃതർ സ്വീകരിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതായും ആക്ഷേപമുയരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5ാം ക്ലാസ്സുകാരനെ വീട്ടിൽ തുണിക്കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ണപ്പുറം പട്ടേക്കുടി ആനക്കുഴി ഭാഗത്ത് താമസിക്കുന്ന തോട്ടത്തിൽ അജിയുടെ മകൻ ദേവാനന്ദാണ് മരിച്ചത്. ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വം അഴിമതിക്കാരുടെ തടവറയിലാണെന്ന് UDF തൊടുപുഴ നിയോജക മണ്ഡല കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. മയക്കുമരുന്ന് വിപത്തിനെതിരെ ഇരകളാകാതെ സമൂഹം ഐക്യപ്പെട്ട് ശക്തമായി രംഗത്തിറങ്ങണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് എമറിറ്റസ് മാർ ജോർജ് ആലഞ്ചേരി. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി KP സഞ്ജിത് ലാൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച യോഗം KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജോസുകുട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം പേരിൽ വ്യാജപ്പട്ടയം എന്ന പേരുദോഷം മാറിയതിന്റെ ആശ്വാസത്തിലാണ് റിട്ടയർഡ് തഹസിൽദാർ പെരിങ്ങാശ്ശേരി രവീന്ദ്രൻ എന്ന MA രവീന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.